കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പുതിയ അധ്യക്ഷനെ നിയമിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അതിൻ്റെ ഏറ്റവും പീക്കായിട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് ആന്റണി, മറുഭാഗത്ത് സണ്ണി ജോസഫ്, രണ്ടും ക്രൈസ്തവ കാത്തലിക്സ് ഫാമിലിയിൽ നിന്നും ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉണ്ടായി വരേണ്ടവരാണ് എന്നുള്ള തീരുമാനമാണ് AICCയുടെ എന്ന് പറയുന്നു. അതായത് കേരളത്തിലെ കമ്മ്യൂണൽ ബാലൻസ് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണം എന്നതിൻ്റെ നിലപാടിലാണ് ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഡൽഹിയിൽ ഈ പല കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഇതിനകത്ത് ഈ ആന്റണിയുടെ പേര് മാത്രമാണ് മുമ്പിലുള്ള. ഈ സണ്ണി ജോസഫിൻ്റെ പേര് കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന കാത്തലിക് ക്രിസ്ത്യൻ എന്നുള്ള സംഭവം ഞാൻ പലരോടും ചോദിച്ചപ്പോൾ കേരളത്തിലുള്ള ഒരു ബിഷപ്പുമാരും കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളോടും ഒരു കാത്തലിക് ആയിരിക്കണം, ഒരു ക്രിസ്ത്യൻ ആയിരിക്കണം എന്നുള്ള സംഭവമൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചുമ്മാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടാക്കിയെന്ന് മാത്രമാണ് എനിക്കറിയുവാൻ സാധിച്ചത് കോൺഗ്രസിന്റെ പല സീനിയർ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ. ഇതിനകത്ത് ആന്റണിയുടെ പേരാണ് ഏറ്റവും മുൻപിൽ നിൽക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് അഹമ്മദാബാദിലെ AICCയുടെ സെഷൻ നടന്ന സമയത്ത് ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നു. വീഡിയോ അല്ല, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഫ്രണ്ട് റണ്ണർ എന്ന് പറയുന്ന ആന്റണിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആന്റണി ഫ്രണ്ട് റണ്ണറായിട്ട് വന്നത് ചോദ്യമാണ്. ഇപ്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആന്റണിക്ക് പറയുന്ന പോലെ പല ആവർത്തി, 3 ആവർത്തി 4 ആവർത്തി ഏകദേശം പത്തനംതിട്ടയിൽ നിന്നും മെമ്പർ ഓഫ് പാർലമെൻ്റായി, ലോക്സഭ മെമ്പറാണ്. അതായത് വളരെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ കോൺഗ്രസിൻ്റെ ആ ഒരു തട്ടകം നിലയിലുള്ള ഒരു കഴിവുമില്ലാത്തൊരു നേതാവ്. അദ്ദേഹം നേരത്തെ കോട്ടയം DCC പ്രസിഡൻ്റായിരുന്നു. പിന്നീട് അവിടെയുള്ള ചില ഞൊടുക്ക് പണികളൊക്കെ വെച്ച് സംഭവങ്ങളൊക്കെ പിടിച്ചു നിർത്തി ഇയാൾ പല ആവർത്തി നേതാവ് അവിടുന്ന് എലക്ട് ചെയ്ത് പോയി. അതായത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു കേപ്പബിലിറ്റിയും ഇല്ലാത്തൊരു നേതാവ് ഇയാളെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ PCC പ്രസിഡന്റ് സ്ഥാനത്തോട്ട് വരികയാണെങ്കിൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, അതോടുകൂടി കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ അലമ്പ് സംഭവമായി മാറും. കാരണം അങ്ങനെ ഒരാളാണ് ഇയാൾ. പല കാര്യം പലതും ഉണ്ട്, അതിനെപ്പറ്റി ലേറ്റർ സ്റ്റേജിൽ അതിനെപ്പറ്റി പറയാം. നീ ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് ആന്റണി ഈ പത്തനംതിട്ട ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട, ഇയാൾ പത്തനംതിട്ട ആ ജില്ലയുടെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ആ ഭാഗം, അതായത് കോട്ടയത്തിനടുത്ത് കിടക്കുന്ന ആളാണ്. ഒരു കാരണവശാലും പത്തനംതിട്ടയിൽ കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരാൾ. അപ്പോൾ ആദ്യം ഇയാൾ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് പത്തനംതിട്ട കാൻഡിഡേറ്റ് ആയിട്ട് PJ കുര്യൻ, അദ്ദേഹം ശക്തമായിട്ട് വാദിച്ചത് ഫിലിപ്പോസ് തോമസിന് വേണ്ടി. അതിൻ്റെ കാരണമുണ്ട്, രണ്ടുപേരും മർത്തോമക്കാരാണ്. അപ്പം പല ആൾക്കാരും പറഞ്ഞു ഈ PJ കുര്യനാണ് ഫിലിപ്പോസ് തോമസിൻ്റെ പേര് വെട്ടുന്നത്. അതുകൊണ്ട് PJ കുര്യൻ ഒരു കാര്യം തീരുമാനിച്ച്, എന്ത് വില വന്നാലും ഇപ്രാവശ്യം ആ ഇലക്ഷനിൽ, നേരത്തെ നടന്ന ഇലക്ഷനിൽ തോമസിനെ കാൻഡിഡേറ്റ് ആക്കണം. ഇതിനുവേണ്ടി ഉമ്മൻചാണ്ടിയോട് രമേശും ഒക്കെ സമ്മതിച്ചു. അപ്പോൾ കാരണം അവർ രണ്ടുപേരാണ് കേരളത്തിന് അന്നത്തെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നത്. കാരണം ആന്റണി അങ്ങ് ഡൽഹിയിലാണ്. അപ്പോൾ ഫിലിപ്പോസ് തോമസിൻ്റെ പേരാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ DCC ആണെങ്കിലും KPCC ആണെങ്കിലും, അന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയാണ്. ഇവരെല്ലാം കൂടെ, ഉമ്മൻചാണ്ടിയാണ് മറ്റൊരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ ശക്തനായ നേതാവ്. കാരണം ഉമ്മൻചാണ്ടി രമേശുമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ അവർ തീരുമാനിക്കുന്നു. പക്ഷേ ഇയാളെ വെട്ടിയിട്ട്, ഇതിനെയൊക്കെ വെട്ടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ ആന്റണിയുടെ പേര് കയറിയിരുന്നത്. അപ്പം ആലോചിക്കുക, എങ്ങനെയാണ് ഈ ആന്റണിയുടെ പേര് വരുന്നത്? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും, അതായത്
CC തമ്പി എന്ന് പറഞ്ഞ കേരളത്തിൽ നിന്നും ദുബായിൽ അജ്മാനിലെ കള്ളു കച്ചവടക്കാരൻ. ഇദ്ദേഹത്തെ ആദ്യം മദ്യക്കച്ചവടമൊന്നും ആയിരുന്നില്ല, ഇദ്ദേഹത്തിന് ഡിസ്കോത്തിക്കും അവിടെ ഡാൻസും മറ്റുള്ള സംഭവങ്ങളിലൊക്കെ ബിസിനസ്സും ഒക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കാൻ ഇയാളും വടേരയുമായിട്ട് എങ്ങനെയാണ് ബന്ധമുണ്ടായത്? അതായത് പ്രിയങ്കയുടെ ഭർത്താവ്. പ്രിയങ്കയുടെ ഭർത്താവ് അന്നത്തെ റോബർട്ട് വടേര എന്ന് പറയുന്ന ആള് 80കളിൽ ഡൽഹിയിൽ അവിടെ ഈ ആണുങ്ങളുമുണ്ട് ഡാൻസ് പല അതിൻ്റെ പേര് നോയിഡയിലുള്ള എലിവേറ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്കോത്തിക്കയാണ്. ആ ഡിസ്കോത്തിക്കിൽ അന്നത്തെ സമയത്ത് 80കളിലെ തുടക്ക സമയത്ത് 80കളിലെ പകുതി സമയത്ത് ആ എലിവേറ്റ് എന്ന് പറയുന്ന അതിൻ്റെ, അതായത് ഡിസ്കോത്തിക്ക് നടക്കുന്ന അതിൻ്റെ ബൗൺസറായിരുന്നു ഈ പറയുന്ന വടേര. പിന്നീടാണ് ഇയാൾ ഡാൻസിലോട്ട് പോവുകയും പല സന്ദർഭങ്ങളിൽ ഇയാളുടെ ഒരു ഫ്രണ്ട് പഞ്ചാബി സർദാർജി നടത്തുന്ന ഒരു ആൾക്കാരെ ഡൽഹിയിൽ നിന്നും പെണ്ണുങ്ങളെ ആണുങ്ങളെയും അത് ദുബായിലോട്ട് ഡാൻസിന് കൊണ്ടുപോകും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കയറിപ്പോയ ഒരാളാണ് ഈ വടേര. അപ്പം അവിടെ ചില പബ്ബുകളിൽ ചില ഈ ഡൽഹിയിലുള്ള പലയിടത്തും ഇതുപോലുള്ള ഡാൻസ് കാണാൻ നമ്മുടെ പ്രിയങ്ക പോയി. അങ്ങനെ കണ്ട് പരിചയപ്പെട്ട പരിചയമാണ് ഇവരുടെ കല്യാണത്തിൽ ഒരു കല്യാണം കഴിക്കുന്നത്. ഇതാണ് അതിൻ്റെ റിയൽ ചരിത്രം. ഈ വടേരയുടെ അമ്മയെന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യനാണ്. ആംഗ്ലോ ഇന്ത്യ പറയുമ്പോൾ ഈ വടേര അവരുടെ ഫാമിലിയുടെ ബിസിനസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ കള്ളത്തിനും അടിച്ചിറക്കി ഭയങ്കര ജൂവലറി കച്ചവടമൊന്നുമല്ല. ഡൽഹിയിൽ നിന്ന് ഏകദേശം 270 കിലോമീറ്റർ ദൂരെ മാറി സഹറൻപൂർ എന്നും പറഞ്ഞൊരു സിറ്റിയുണ്ട്. അത് നേരത്തെ UP ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ്. ഇതിന് തൊട്ട് 30 കിലോമീറ്റർ മാറിക്കഴിയുമ്പോഴാണ് നൈനിറ്റാൾ. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇഷ്ടംപോലെ ആംഗ്ലോ ഇന്ത്യൻസ് താമസിച്ച സ്ഥലമായിരുന്നു നൈനിറ്റാൾ. അപ്പം അവിടെയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിപ്പെട്ട ആളാണ് ഈ വടേരയുടെ അമ്മ. അപ്പം ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഈ സെഹറൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 എണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്. ഒന്ന് അവിടുത്തെ ഈ ഫർണിച്ചർ, സെഹറൻപൂർ ഫർണിച്ചർ വേൾഡ് ഫേമസ്. നല്ലപോലെ ഫർണിച്ചർ കൊത്തുപണികൾ ചെയ്യുന്ന ഇസ്ലാമിക മതവിശ്വാസികളാണ്, നല്ലപോലെ ചെയ്യും. അതേപോലെ അവർ തന്നെ ചെയ്യുന്ന ഒരു ബിസിനസ്, ഒരു കൈ കൊണ്ടുള്ള വർക്കാണ് ഈ ബ്രാസുകൾ. അതായത് ഓട് കൊണ്ടുള്ള സംഭവം, ഈ ഷോക്കേസിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ഷെഹറൻപൂരിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്ന ഡൽഹിയിൽ ഒത്തിരി എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഡൽഹിയിൽ അതിനുവേണ്ടി ഇവർ മാർക്കറ്റിംഗ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ബൗൺസറായിട്ടും പിന്നെ ഡാൻസറായിട്ടും വടേര വരുന്നത്. അതായത് കേരളത്തിലെ പ്രിയങ്ക ഫാൻസും രാഹുൽ ഫാൻസും സോണിയ ഫാൻസും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഈ വടേര ഈ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിൽ പോയിട്ടാണ് ഈ CC തമ്പിയുമായിട്ട് പരിചയപ്പെട്ടത്. കല്യാണത്തിൻ്റെയൊക്കെ ശേഷമാണ്. കാരണം പിന്നെ ഇയാൾ ചെറിയ കച്ചവടങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ തമ്പിയുടെ ആയിട്ടുള്ള ബന്ധവും കണക്ഷനിലുമാണ് നമ്മുടെ ആൻ്റണിക്ക് സീറ്റ് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ നാൾവഴി എന്ന് പറയുന്നത്. അങ്ങനെ ഇവരുടെ ബന്ധം ഭയങ്കര ശക്തമായി. തമ്പിക്കാണെങ്കിൽ എല്ലാ രീതിയിലുള്ള വൃത്തികെട്ട ബിസിനസ്സും ചെയ്യുന്നയാളാണ്. ഈ വടേര ചെയ്ത പരിപാടി ഞാൻ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഹരിയാന എന്ന് പറയുന്നത് BJPക്കാളും സ്ട്രെങ്ത് എന്ന് പറയുന്ന കോൺഗ്രസ്സാണ്. അതേപോലെ തന്നെ ഈ രാജസ്ഥാനും കോൺഗ്രസ് വളരെ ശക്തമാണ്. ഈ ഹരിയാനയിലും രാജസ്ഥാനിലും 2 ബോർഡറിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ലാൻഡുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ ഈ പ്രിയങ്കയുടെ ഹസ്ബൻഡ് വടേര. കാരണം സോണിയാഗാന്ധിയുടെ ഫാമിലി നെഹ്റു കുടുംബമാണ്. അങ്ങനെ അയാൾക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുത്തയാളാണ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. ഇപ്പുറത്ത് ഹരിയാനയാണ് മുഖ്യമന്ത്രി. ഇവിടെയൊക്കെ ഉണ്ടായി. ഇവിടെ 2ഇടത്തും പൊളിറ്റിക്സിൽ ഇടപെട്ടിട്ട് അവിടെ സീനിയറായിട്ടുള്ള പല നേതാക്കളെയും വെട്ടി നാശമാക്കിയിട്ട്
വടേരയുടെ പുറകെ നടക്കുന്ന കുറച്ച് ജിമ്മുമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ, ഈ ഡാൻസ് ഭ്രാന്തൊക്കെ നടക്കുന്ന ആൾക്കാരെ പിടിച്ച് കോൺഗ്രസിന്റെ നേതാക്കളായിട്ട് കൊണ്ടുവരുന്നു, അവർക്ക് സീറ്റ് മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ ഹരിയാനയിൽ കോൺഗ്രസ് വട്ടപൂജ്യമായിട്ട് മാറുന്നത്. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ഇയാളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നില്ല സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിലുള്ള. ഇതൊക്കെ റിയാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ സച്ചിൻ പൈലറ്റിന് പകരം ഇയാൾ ത്രൂ അശോക് ഗെഹ്ലോട്ടിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ ഇയാൾ ട്രൈ ചെയ്തു. ഇപ്പം സച്ചിൻ പൈലറ്റിൻ്റെ കൂടെയുള്ള പല MLA മാരെ, കാരണം വടേരയാണ് വിളിക്കുന്നത്, നെഹ്റു ഫാമിലി അവിടുന്ന് വിളിക്കുന്നത്, അവരെ മുഴുവൻ അടിച്ചു മാറ്റി ഗെഹ്ലോട്ടിൻ്റെ കൂടെയാക്കി ഗെഹ്ലോട്ടിനെ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയാക്കുന്നു. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നശീകരണത്തിൻ്റെ ആശാനാണ് ഈ വടേരയും പ്രിയങ്ക ഗാന്ധി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ബിലോ ആവറേജ് സ്ത്രീ മാത്രമാണ്. അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയൊന്നുമില്ല. എന്തൊക്കെയോ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നത് പൊട്ടത്തരം വിളിച്ച് പറയുന്നു. അതേപോലെ നിങ്ങൾ കണ്ടു കാണും, പാർലമെന്റിൽ ഈ പാലസ്റ്റീൻ്റെ ഈ ഹാൻഡ് ബാഗ് ഇട്ടുകൊണ്ട് വരുന്നു, അടുത്ത ദിവസം വേറൊരു ഹാൻഡ് ബാഗ് ഇട്ടുകൊണ്ട് വരുന്നു. ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പേക്കൂത്ത് കാണിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് ഈ പ്രിയങ്ക. അതായത് ആ ചേട്ടനെ അതിന് ബോബരും മോളി എന്ന് പറയുമ്പോൾ ആ പേര് പറയുമ്പോൾ അതിന് പറ്റിയ യോഗ്യമായ പേരുകൾ തന്നെയാണ് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്, ഇന്ത്യൻ പാർലമെന്റിൽ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് ചർച്ച നടന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ചോദിച്ചു എവിടെ പോയി പ്രിയങ്ക. അപ്പോൾ പ്രിയങ്ക വന്നില്ല. ബേസിക്കലി ആൾക്കാർ പറഞ്ഞു പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം സംസാരിക്കുന്ന ഇഷ്യൂ ആകും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം ഈ പ്രിയങ്ക പെട്ടെന്ന് അവിടെ ഇല്ല എന്ന് പറയാൻ വേണ്ടി ദുബായിൽ പോയി ഈ CC തമ്പിക്കും ഈ റോബർട്ട് വടേരയ്ക്കും അവിടെ ഫ്ലാറ്റ് ഉണ്ട്. അവിടെ വെച്ചാണ് നമ്മുടെ ആൻറ്റോയുടെ കാര്യം കൺഫേം ചെയ്ത് KPCC പ്രസിഡൻ്റാക്കി തീരുമാനിക്കുന്നത്. അതിനകത്ത് പറയാൻ ഉണ്ടായ കാരണം പ്രിയങ്ക ഗാന്ധി AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഇപ്പം ശശി തരൂരിന് പഴയ പോലെ സ്വാധീനമൊന്നുമില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത്. രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ നിന്നും അല്ല, ഇപ്പം UP നിന്നാണ്. അപ്പം അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വടേരയും പ്രിയങ്കയും ഈ പറയുന്ന ആന്റണിയെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഈ നടന്ന ഗെയിമുകൾ മുഴുവനും. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്കിതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അന്വേഷിക്കുക. ഈ വടേരയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ സംഭവം മനസ്സിലാക്കുക. തമ്പിക്ക് ഏകദേശം 8ഓളം ഹോട്ടലുണ്ട് ദുബായിൽ. ഇത് ചാർജ് ഷീറ്റിൽ പറയുന്നത്. അതിനകത്ത് എല്ലാത്തിനകത്തും ബിനാമി ബിസിനസ് പാർട്ട്ണറാണ് ഈ വടേര. തമ്പിയുടെ ബിസിനസ്സിനെ ഞാൻ പറ്റി പറഞ്ഞു. അജ്മാലിൻ്റെ മദ്യക്കച്ചവടം, അതേപോലെ തന്നെ ഡിസ്കോത്തിക്ക്, ഈ പരിപാടികളുടെ കച്ചവടത്തിൻ്റെ അകത്തും ഈ വടേരയും ഈ കുടുംബവും എല്ലാം പാർട്ട്നേഴ്സാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് ഇത് പ്യുവറായിട്ടുള്ള കച്ചവടമാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇതിനകത്ത് ബേസിക്കലി കോൺഗ്രസിന് ആരാണ് പ്രസിഡന്റ് ആകേണ്ടതെന്നുള്ളത് കത്തോലിക്ക സഭയും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഒന്നുമല്ല തീരുമാനിക്കേണ്ടത്. കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരുമാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു ബൗൺസറും ഡിസ്കോത്തിക്കും ഡാൻസുകാരനുമായ വടേര കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തീരുമാനിക്കുന്നു. ഇതാണ് നടക്കുന്നത്. അതിനുവേണ്ടി CC തമ്പിയാണ് കച്ചവടങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത്. CC തമ്പി ജയിലിൽ കിടന്നയാളാണ്. വടേരയ്ക്കെതിരെ ഇവർക്കെതിരെയൊക്കെ കേസുകൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഈ കേസുകളുമായി ബന്ധം അതിനെപ്പറ്റി ചാർജ് ഷീറ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കും വലിയ റാക്കറ്റാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ റാക്കറ്റിനെ തകർക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെ ആവശ്യമാണ്. വടേര ശരിക്കും പണമുണ്ടാക്കിയൊരു കക്ഷിയാണ്. അതിൻ്റെ പേരിൽ അയാൾ ഇന്ത്യൻ പൊളിറ്റിക്സിലും ഒക്കെ വളരെ വല്ലാത്ത രീതിയിൽ ഇടപെട്ട് കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ വടേരയും പ്രിയങ്കയും CC തമ്പിയൊക്കെ വളരെ മുൻപന്തിയിലാണ്. അവരുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് ആണ്. അതിനുവേണ്ടി അവർ കൊണ്ടുവരുന്നയാളാണ് ശ്രീ ആന്റണി.